ഒന്ന് ഫ്രില്ലിടാൻ അറിഞ്ഞാൽ മതി, നമുക്ക് ഈ ഡിസൈൻ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ സാധിക്കും. ഇതേപോലെ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒന്ന് ഫ്രില്ലിട്ട് കൊടുക്കുക. ഫ്രില്ല് ഒരേപോലെ തന്നെ ആവാനായിട്ട് ശ്രദ്ധിക്കണോണ്ട് അതിന് നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ചെയ്യുകയോ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം ചെയ്യുകയോ നമുക്ക് നല്ല ഫ്രില്ല് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. ഫ്രില്ല് ചെയ്ത പീസ് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം രണ്ട് സൈഡിലും ഇതേപോലെ ലൈൻ ഇട്ട് കൊടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നേരെ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ആ ലൈൻ ഇട്ട ഭാഗം ഇതേപോലെ മിഷ്യത്തിൽ വെച്ചതിന് ശേഷം നമുക്ക് ഫ്രില്ലുകളെല്ലാനും ഇതേപോലെ ഒന്ന് മറിച്ച് വെച്ച് അടിച്ചു കൊടുക്കാം. ഫ്രില്ല് ചെറുതായിട്ടൊന്ന് ഇതേപോലെ മറിച്ച് വെച്ച് കൊടുത്തപ്പോൾ തന്നെ ഡിസൈന് തന്നെ നല്ല വ്യത്യാസം വന്ന് കണ്ടില്ലേ. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും ചെയ്യാം. അത് ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ചെയ്യുന്നത്. കൺഫ്യൂഷൻ വരണ്ട, രണ്ടും ഒരേപോലെ തന്നെ ഇരിക്കും കേട്ടോ. വീതി കൂടുതലുള്ള പീസാണെങ്കിൽ നമുക്ക് ഇതേപോലുള്ള പ്രോസസ്സ് 2-3 പ്രാവശ്യമായിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. കൈയുടെ അറ്റത്താണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൈയുടെ മെയിൻ പീസാണ് ഇതെന്ന് വിചാരിക്കുക. അതിനുശേഷം ആ പീസ് ഇതേപോലെ മടക്കി വെച്ചതിന് ശേഷം അരികെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് അടിച്ചു കൊടുക്കാം. എന്തായാലും ഇതേപോലുള്ള പീസുകൾ വെച്ചിട്ട് നമുക്ക് രണ്ടരികും ഇതേപോലെ കാണാത്ത രൂപത്തിൽ മറിച്ചടിച്ചെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തെ പീസ് ഞാൻ അടിക്കണത് ഇതേ വളരെ സിമ്പിളായിട്ടാണ് കണ്ടില്ലേ. ഇതേപോലെ മുകളിലേക്ക് പൊക്കി ഇതേപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ ആ പീസും ഉള്ളിലേക്കാക്കിയിട്ട് ഫുള്ളിങ്ങനെ അടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എഡ്ജ് ഇതേപോലെ പുറത്തേക്ക് കാണാൻ പാടില്ല എന്നുള്ളൂ. നിങ്ങളുടേതായ ഐഡിയ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അടിച്ചെടുക്കാം കേട്ടോ. കുറച്ച് മുത്തുകൾ വെച്ചിട്ട് ഞാൻ ഈ ഡിസൈൻ ഒന്ന് ഭംഗിയാക്കുന്നുണ്ട് കേട്ടോ. ഈ ഡിസൈൻ നമുക്ക് സ്ലീവിൻ്റെ അറ്റത്തും ചെയ്യാം, അല്ല ഇത് നമുക്ക് യോക്ക് പാറ്റേൺ ആയിട്ടും ചെയ്യാം. ചുരിദാർ ബോട്ടത്തിൻ്റെ താഴ്ഭാഗം ഡിസൈൻ ചെയ്യാനും ഇത് ഉപയോഗിക്കാം. ഇതേപോലെ വീഡിയോസ് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇറ്റ്സ് മൈൻ ബൈ ഷാലിമ.